നാലാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. ഏകദേശം 543-ൽ 379 സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർത്തിയായി. അപ്പോൾ സാറിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? നാലാം ഘട്ടത്തിൽ ആർക്കാണ് മുൻതൂക്കം? പോളിംഗ് കൂടി നല്ല കേട്ടത് 67%. മറ്റേ തൊട്ടുമ്പത്തെ അപേക്ഷിച്ചിട്ട് പോളിംഗ് ഭേദപ്പെട്ടു. ഇനി മധ്യപ്രദേശ് 71 അല്ലേ? ഒറീസയില് 60 സംതിങ്. ഇതിന്റെ ഒരു ബീഹാർ യു പി ഒക്കെ കുറവാണ്. അല്ല, ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് എല്ലാവർക്കും ഒരേപോലെ സ്റ്റേക്കുള്ള സംസ്ഥാനങ്ങളാണ്. ഇപ്പൊ ബീഹാർ, യു പി, മധ്യപ്രദേശ് BJPക്ക് സ്റ്റേക്കുള്ളതാണ്. ഒറീസ, തെലങ്കാന അതൊക്കെ ഈ പറഞ്ഞ ഇന്ത്യ സഖ്യത്തിന് സ്റ്റേക്കുള്ള സംസ്ഥാനങ്ങളാണ്. ആ പോളിംഗ് കൂടിയിരിക്കുമ്പോൾ ബീഹാറിലും യു പിയിലും പോളിംഗ് കുറഞ്ഞാൽ അത് എനിക്ക് BJPനാണ് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യത. ഹൈപ്പ് ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഇലക്ഷൻ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതൊരു ഭൂക ഇലക്ഷനാണ്. ഭൂകോപലക്ഷൻ സിനിമയാണ്. മോഡി തിരിച്ചു വരും എന്നറിയാം. അപ്പൊ മൂപ്പര് അതിനൊരു ഗംഭീര സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 400 സീറ്റ്. അത് കിട്ടാൻ പോകില്ല എന്ന് പറയാം. 400 കിട്ടാനും പോവില്ല. BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും. അത് ശാന്തമായ വിരസമായ ഈ കാനഡയിലെ ജീവിതം പോലെ ഡൊസൈലാണ്. കാനഡ ഭയങ്കര തണുപ്പൊക്കെ ആയിട്ട്. അപ്പൊ അതുപോലെ ഡൊസൈലായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഇത് വളരെ. അപ്പൊ അതുകൊണ്ടാണ് ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത്. ആളുകൾക്ക് നെക്ക് ഫൈറ്റ് അല്ലെ, ആളുകൾക്ക് തോന്നണം ഈ ഗവൺമെന്റിനെ മാറ്റണം, അല്ലെ വേറൊരാളെ കൊണ്ടുവരണം. അങ്ങനെ ഫീൽ വരുമ്പോഴാണ് വലിയ പോളിംഗ് വരുന്നത്. സത്യം പോളിംഗ് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ കാലത്തും ഗുണം കിട്ടിയത് കോൺഗ്രസിനാണ്. കാരണം കോൺഗ്രസ്സുകാർ അങ്ങനെ വലിയ രീതിയിൽ വോട്ട് ചെയ്യാനും പോയില്ല. അവർക്ക് അങ്ങനെ ഒരു ഫീൽ വന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് കേരളം സംഭവിച്ചു പോയി. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പം മധ്യപ്രദേശ് അവരുടെ പണ്ടത്തെ സ്ട്രോങ് ഹോൾഡാണ്. UP, ബീഹാർ കുറയുമ്പോൾ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ മാർജിൻ കുറയും. ചിലപ്പോൾ ചില സീറ്റുകളൊക്കെ നഷ്ടപ്പെടാൻ ചെറിയ മാർജിനിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം. അപ്പം ഇത് എല്ലാവർക്കും അത്യാവശ്യം പ്രതീക്ഷ നൽകുന്ന, എന്നാൽ അത്രത്തോളം പ്രതീക്ഷ നൽകാത്ത ഒരു എന്താണ് പറയാ ഒരു ഘട്ടമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അതിനകത്ത് തന്നെ ഈ മഹാരാഷ്ട്രയിൽ അടുത്ത ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. മഹാരാഷ്ട്രയിലൊക്കെ ആണല്ലോ ഇപ്പം ചില സംഭവ വികാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, മഹാരാഷ്ട്രയിലാണ് ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒറ്റ നോക്കേണ്ട ഇലക്ഷൻ. കാരണം അവിടുത്തെ ഒരു രാഷ്ട്രീയം കാലമായിട്ട് ഇങ്ങനെ BJP, ശിവസേന, കോൺഗ്രസിന്റെ ഭാഗമാണല്ലോ NCP. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ്. അവിടെയാണ് ശിവസേന വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ട് ഒരു കഷ്ണം കോൺഗ്രസിന് കൂടെ ആവും. അതുപോലെ NCP വെർട്ടിക്കലി സ്പ്ലിറ്റ് ആവുന്നു. അത് ഒരു ഭാഗം BJPന് കൂടെ അഭിനയിക്കുന്നു. അത് ശരത് പവാറിന്റെ തന്ത്രമാണ്, അഭിനയമാണ്. മനസ്സിലായില്ലേ? ഏതായാലും വെർട്ടിക്കലി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ 5 വോട്ട് അങ്ങോട്ട് പോയപ്പോൾ 5 വോട്ട് ഇങ്ങോട്ട് വന്നു. ശിവസേനന് 5 വോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ NCPയുടെ 5 വോട്ട് അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ശരത് പവാർ പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. എല്ലാ ഈ ചെറിയ പാർട്ടികൾ കോൺഗ്രസ് ആയിട്ട് ജോയിൻ ചെയ്യും ആഫ്റ്റർ ദി ഇലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപക്ഷെ ഇപ്പൊ ഈ ഇലക്ഷന് വലിയൊരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ശിവസേന പിന്നെ നേതാവായ ബാൽ താക്കറെ ഉദ്ധവിന്റെ കാര്യം ഗോവിന്ദയാവും എന്നാൽ നേരെ ഓപ്പോസിറ്റ് ഏകനാഥ് ഷിൻഡെ പക്ഷത്തിനാണ് ശിവസേന സീറ്റ് കുറയുന്നത്. BJPക്കാണ് സീറ്റ് കുറയുന്നതെങ്കിൽ ശിവസേന ശക്തമായിട്ട് ബാൽ താക്കറെ പക്ഷം തിരിച്ചു വരികയും ചെയ്യും. ബാൽ താക്കറെ അല്ലെ ഉദ്ധവ് താക്കറെ. ബാൽ താക്കറെ ഒരു രണ്ടുപേരും ദൈവമാണല്ലോ. അപ്പം ആ രീതിയിൽ മഹാരാഷ്ട്രയാണ് ഇതിൽ ഏറ്റവും. മഹാരാഷ്ട്ര എത്ര പോളിംഗ്, അതുകൊണ്ട് എനിക്കൊന്ന് മഹാരാഷ്ട്ര പോളിംഗ് വരാൻ സാധ്യതയുണ്ട്. ഇവരൊക്കെ മത്സരിച്ചിട്ട് ബൂത്തിലെത്തിക്കാൻ. പിന്നെ ഈ ശരത് പവാറിന്റെ കാര്യം പറയാൻ പറ്റില്ല. അങ്ങേര് തന്ത്രമാണ്. അതിപ്പോ എല്ലാവരും പറയാം. ഇവിടെ എല്ലാവരും അങ്ങയുടെ കയ്യിലാണ്. മനസ്സിലായി? അങ്ങനെ കയ്യില്ലാത്ത ഒരാളും ഇല്ല. ഇവിടെ ഇപ്പൊ NCPക്ക് തന്നെ ഇവിടെ നിയമസഭയിൽ മന്ത്രിസഭയിൽ എടുക്കുന്നത് എന്തുകൊണ്ടാ എന്ന് വിചാരിച്ചു? ഇവിടെ NCPന്റെ ശക്തി. NCP ഏറ്റവും കൂടുതലുള്ള ബാധിശ്ശേരി ഞങ്ങളുടെ നാട്ടിലാണ്. ഞങ്ങളുടെ ഒരു വാർഡ് പോലെ അവർ ജയിക്കില്ല ഒറ്റയ്ക്ക്. പക്ഷേ ഈ CPI കൊണ്ടുവന്നു. നിങ്ങൾ കൊല്ലത്താണ് CPI എന്ന് പറയും. കൊല്ലത്ത് ഏതെങ്കിലും പഞ്ചായത്ത് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റും? CPI കൊല്ലത്ത് ഏതെങ്കിലും മറുപടി പറയത്തില്ല. ഒരു പഞ്ചായത്ത് കൊല്ലത്തോട് തിരിച്ചല്ലോ. ഒരു പഞ്ചായത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റില്ല CPIക്ക്. തൃശ്ശൂരും പറ്റില്ല. തൃശ്ശൂരും കൊല്ലമാണല്ലോ ഇതിന്റെ കേന്ദ്രം. പക്ഷെ ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ CPI ഇടതുപക്ഷ ഐക്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. അപ്പൊ അതിന് പരിഗണിച്ചേ പറ്റുള്ളൂ. ദേശീയ പാർട്ടിയാണ്. പിന്നെ അവരിവിടെ ഭരണം ഉള്ള സമയത്ത് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് LDFന്റെ ഭാഗമായെന്ന് വന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ അടിച്ച ത്യാഗത്തിന് പിന്നെ ആദ്യത്തെ അവരുടെ CPMന് കൊള്ളാവുന്ന നേതാക്കന്മാരാകെ VMS ആകെ 1-2 പേരുള്ളായിരുന്നു. കൊള്ളാവുന്ന നേതാക്കന്മാർ മൊത്തം CPI ഭയങ്കര ഗംഭീര നേതാക്കന്മാരായിരുന്നു. ഈ കേരള മോഡലൊക്കെ ഡെവലപ്പ് ചെയ്ത അച്യുതമേനോൻ, MM ഗോവിന്ദൻ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ളത്. അത് പക്ഷേ 5 വർഷം തീർന്നു. അതിനുശേഷം വന്നതിനെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതിനുശേഷം വന്ന് ഇപ്പം ഈ ബിനോയ് വിശ്വൻ രാജാജി വരെയുള്ളവർ കൊള്ളാം. അതിനുശേഷമുള്ളവരെ പറ്റി നോ കമന്റ്സ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഈ ജിസ്മോൻ കൊള്ളാം. ജിസ്മോൻ ആലപ്പുഴ ജിസ്മോൻ നല്ലല്ലേ ഇപ്പൊ. പിന്നെ ഇപ്പം മത്സരിക്കുന്ന ആ പയ്യന്റെ അരുണും കൊള്ളാം. അങ്ങനെ എണ്ണി ഒരു 2 പേര് അവർ 2 പേര്. അത് അരുണിനെ ഞാൻ സംസാരിച്ചില്ല. മോശമാണോ? സുനിൽകുമാർ മറ്റേ ജനറേഷൻ അല്ലേ, രാജാജിയുടെ ആ ജനറേഷൻ അല്ലേ? ആ ജനറേഷൻ കൊള്ളാം.
കൊള്ളാവുന്ന ക്രീമാണ് വന്നിരിക്കുന്നത്. അതിന്റെ മുമ്പേ ക്രീമാണ്. അപ്പൊ അതിനുശേഷം വന്ന എങ്ങനെ നമുക്കറിയാം, കൊള്ളാവുന്ന പിള്ളേർ SFIയിലാണ് പോയത്. ഇവർ അടിയന്തരാവസാനം പിന്തുണച്ചോടുകൂടി SFIയിൽ പോയി. അതിലും രക്ഷപ്പെടാത്ത പിള്ളേർ ഇനി പാർട്ടി കുടുംബം SFI പോയാൽ അന്ന് വെച്ചാൽ കൊള്ളാവുന്ന എല്ലാ SFIയിൽ വരുമ്പോൾ രക്ഷപ്പെടുന്ന കുറച്ച് ഉന്നത SFI പോലെ അല്ല അന്നത്തെ SFI. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നതിനെ മാതിരി അപ്പം ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ട് എന്ന് SFI പോയാൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഫീലുള്ള CPI ചേർന്ന് എനിക്കറിയാം. ഞാനടുത്തന്നെ റെക്കമെൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പൊ നേതാവ് സ്ഥലത്ത് പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് പിന്നെ SFIക്കാരെ തല്ലിട്ടാതെ ഞാനേ പ്രൊട്ടക്ട് ചെയ്ത്. എന്നിരുന്നാറെ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ പിന്നെ അവരെ തകർക്കാൻ നോക്കി. അമ്മായി സ്വഭാവം അത് എത്തിക്സ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അതുപോലെ പിന്നെ വേറെ ഇവരെ പാർട്ടി കുടുംബങ്ങൾ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ജനറേഷൻ പിള്ളേരാണ് പിന്നുള്ളത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കൊല്ലത്താണെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ അപ്പൊ ഇവരൊക്കെ ഒരു പ്രശ്നം മൂന്നാമത്തെ ജനറേഷൻ ആകുമ്പോൾ എല്ലാവരും രാഹുൽ ഗാന്ധിനെ പോലെ ആകും. അതെപ്പോഴും സംഭവം ഏത് രാജകുടുംബങ്ങളിലും ഈ ഡൈനാസ്റ്റി മൂന്നാമത്തെ ജനറേഷൻ ആകുമ്പോൾ ഏതാണ്ട് അത്ര കൊള്ളാവുന്ന ആളുകളായിരിക്കും. കൊള്ളാവുന്ന സെൻസ് കഴിവുള്ള ആളുകളായിരിക്കും. പേഴ്സണലി കൊള്ളാവുന്നതായിരിക്കും, കഴിവുണ്ടാവില്ല. അതാണ് ഇപ്പൊ അവസ്ഥ. അപ്പൊ ആ രീതി NCPയെ ഇവിടെ നമ്മുടെ മുന്നണിയിൽ LDF മുന്നണിയിൽ ഇപ്പം നിലനിർത്താൻ ഒരു പ്രധാനപ്പെട്ട കാരണം ശരത് പവാറാണ്. ബോംബെയിലെ ശരത് പവാറിന്റെ സ്വാധീനം, ഇന്ത്യ രാഷ്ട്രീയത്തിൽ ശരത് പവാറിന്റെ സ്വാധീനം അത് ഗുണകരമാവും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ എന്തെങ്കിലും പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശരത് പവാറിന്റെ സ്വാധീനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ അതാണ് ശരത് പവാർ. ഇതിനകത്ത് UP, ബംഗാൾ, ബീഹാർ ഇവിടെ പകുതി സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളൂ. ഈ മുഴുവൻ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 സംസ്ഥാനങ്ങളാണ് UP, ബീഹാർ, ബംഗാൾ. എനിക്ക് തോന്നുന്നു വളരെ പ്രധാനമായിട്ട് നമ്മൾ പാർലമെന്റിലേക്ക് എത്ര പേര് വരണം, ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്. അവിടെ ഇനിയും ഇലക്ഷൻ നടക്കാനുണ്ട്. ഈ ഘട്ടത്തിലും നടന്നിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും അവിടെ? അല്ല, യുപിയിൽ ഇപ്പം രാമജന്മഭൂമി ആ വിവാദം അത് ആ രീതിയിൽ അത് കുറച്ച് മുമ്പേ ആണ് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നത്. ഇപ്പൊ അത് സ്റ്റെയിനായെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ബീഹാർ ഈ പറയുന്നതിന്റെ മാതിരി നിതീഷ് ചാടിക്കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ അവിടെ എനിക്ക് ബംഗാളാണ് BJP ഏറ്റവും കൂടുതൽ. മറ്റിടത്ത് ഭയങ്കര സീറ്റ് കുറയുന്നല്ല, 80 സീറ്റും ഒക്കെ ഉള്ള സ്ഥലമാണ്. അത് BJP എത്ര വന്നാലും 75 സീറ്റെങ്കിലും അവിടെ കിട്ടും. എത്ര വന്നാലും 75 സീറ്റെങ്കിലും അവർക്ക് അവിടെ കിട്ടും. അത് കംഫർട്ടബിൾ ആണ്. പക്ഷെ നിങ്ങളിപ്പോൾ ഹ്യൂജ് എല്ലാ സീറ്റും അടിക്കാൻ പറ്റില്ല. പക്ഷെ BJP കഴിഞ്ഞ തവണ ഏതാണ്ട് പകുതി സീറ്റ് പിടിച്ച സ്ഥലമാണ് ബംഗാൾ. ബംഗാൾ ഇത്തവണ കൂടുതൽ സീറ്റ് പിടിക്കാൻ സാധ്യത. കാരണം ബംഗാൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതാണ് കാര്യം. അതല്ല, ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠ അവിടെ ബംഗാളികൾ വേറെ കാളി വർഷിപ്പ് പ്ലേസ് ആണ്. അത് ആ രീതി വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കില്ല. ഈസ്റ്റേൺ അവിടെ കാളി ശിവ വർഷിപ്പ് പ്ലേസ് ആണ് അവിടെ പ്രധാനം. അപ്പൊ അതുകൊണ്ട് അവിടെ BJP പറയുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. മമതയുടെ അഴിമതി പ്രശ്നങ്ങൾ, അത് ചില ആളുകൾ BJPയിൽ വന്നു, തിരിച്ചങ്ങോട്ട് പോകുന്നു. പിന്നെ ഈ പറയുന്നതിന്റെ മാതിരി അവിടെയുള്ള ഗുണ്ടകൾ, സന്ദേശ് കാലി പോലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇതെല്ലാം കൊണ്ട് BJPക്ക് നാച്ചുറലായിട്ട് അവിടെ BJPക്ക് ഒരു വളർച്ചയുണ്ട്. മാത്രമല്ല ഇതിന്റെ പുറത്ത് അഡീഷണൽ ആയിട്ട് BJP അവിടെ സീറ്റ് കൂട്ടും. അത് BJPക്ക് വലിയൊരു അസറ്റും ആയിരിക്കും. അവിടെ സീറ്റ് കൂട്ടാൻ നിയമസഭാ ഇലക്ഷനൊക്കെ വരാൻ പോവുകയല്ലേ. അപ്പൊ ഈ ഒരു നമ്മള് ജനറലി നോക്കുമ്പോൾ ഒരു സമ്മിശ്രമായ പ്രതികരണം ഉണ്ടാക്കിയ ഒരു ഘട്ടമാണ് കടന്നുപോയത്. അതിൽ മധ്യപ്രദേശിലെ ഈ പോളിംഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു BJP ഏതാണ്ട് തൂത്തുവര, അവിടെ തൂത്തുവരയാണ് കഴിഞ്ഞ തവണയെങ്കിൽ. പിന്നെ ഈ ജ്യോതിരാദിത്യ സിന്ധ്യ അവിടെ ജയിക്കുകയാണെങ്കിൽ അതിനൊരു കാര്യം മനസ്സിലാവും, ഇയാളെ രാഹുൽ ഗാന്ധി ആയിരുന്നു. അങ്ങനെ BJPന്റെ ഇതിലെ ജയിക്കുന്നത്, കോൺഗ്രസിന്റെ ഇതിലെ തോറ്റുപോയി. കോൺഗ്രസിനകത്ത് നമ്മൾ തോറ്റു അവസാനം. അതിവിടെ ഒന്നും ചെയ്തില്ല എന്നല്ല അർത്ഥം. ഇപ്പൊ ജയിക്കുന്നുണ്ട്, അതിന്റെ അർത്ഥം എന്താ? BJPന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മോഡിക്ക് കിട്ടുന്ന വോട്ടുകൊണ്ട് ജയിച്ചു എന്നാണ്. അതാണ് ഞാൻ മഹാരാഷ്ട്ര ഏറ്റവും ക്യൂരിയസ് ആയി കാണുന്നത്. പിന്നെ അടുത്ത മോഡി മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ വരാൻ സാധ്യതയുള്ള ആളാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു സീപ്പ് ഉണ്ടാവും BJPക്ക് എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റു സ്ഥലങ്ങളിൽ ബംഗാളിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാവും. മറ്റു സ്ഥലങ്ങളിൽ ഒരുപക്ഷെ സീറ്റ് കുറയാനാണ് സാധ്യത. അപ്പൊ എന്തായാലും നമുക്ക് ഈ 7 ഘട്ടങ്ങളിലും കഴിയുമ്പോൾ 4ാമത്തെ ഘട്ടമായി 540, 371 സീറ്റും കഴിഞ്ഞു. 70% വോട്ടെടുപ്പ് കഴിഞ്ഞു. ഈ 30% കണക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പൊ ഈ മഹാഭൂരിപക്ഷവും ഇന്ത്യ സഖ്യത്തിൽ അത്യാവശ്യം സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. സൗത്ത് ഇന്ത്യ, ഈസ്റ്റേൺ ഇന്ത്യ, ഇതൊക്കെ സൗത്ത് ഇന്ത്യയിലെ കംപ്ലീറ്റ് കഴിഞ്ഞ ഘട്ടത്തോട് സൗത്ത് ഇന്ത്യ, ഈസ്റ്റേൺ ഇന്ത്യ ഇവിടെയാണല്ലോ ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മേഖല. പക്ഷെ അവിടെ സീറ്റുകളുടെ എണ്ണം കുറവാണ്. പക്ഷെ അവരുടെ സ്വാധീന മേഖലയാണ് അത്. പിന്നെ ബംഗാൾ തൃണമൂലാണ്, തൃണമൂല് സീറ്റ് കുറയും. പിന്നുള്ളത് ബാക്കി ഈ മേഖല BJPയുടെ സ്ട്രോങ് ഏരിയ ആണ് ഈ വരാൻ പോകുന്ന സ്ഥലങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് ഇനി BJPയുടെ അവിടുത്തെ പോളിംഗ് പെർസെന്റേജ് BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും. 4ാം ഘട്ടത്തിലും ദേശീയ ജനാധിപത്യ സഖ്യം മുന്നിലാണ് എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ. ഇപ്പൊ അവരെ മുന്നിൽ വരുള്ളൂ. കാരണം മറ്റൊന്നും കൊണ്ടല്ല,
ഈ ഇലക്ഷൻ ആ രീതി സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ പറഞ്ഞ വോട്ടിംഗ് യന്ത്രത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തെന്ന് അങ്ങനെ പറയരുത്. അതല്ലേ പറഞ്ഞത്, ജനങ്ങളുടെ മനസ്സേ ആ രീതി സെറ്റായി പോയ ഇലക്ഷനാണ്. അതുകൊണ്ട് ബാക്കി മീഡിയ ഒക്കെ പലതും പറയുമെങ്കിൽ പോലും BJP പഴയതുപോലെ ഒരു സ്പ്ലെൻഡിഡ് പെർഫോമൻസ് ആയിരിക്കില്ല. ബട്ട് ദേ വിൽ റിട്ടൈൻ പവർ ആൻഡ് ദേ വിൽ ഹാവ് ദ അബ്സല്യൂട്ട് മെജോറിറ്റി. ദാറ്റ്സ് ഇറ്റ്.